നമസ്കാരം, എല്ലാവർക്കും ലോജിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ആൻഡ് ബിസിനസ് ലൈൻ ന്യൂസ് പേപ്പറാണ്. ഡേറ്റ് 17/3/2022. അപ്പോൾ ഹിന്ദുവിൻ്റെ ഫസ്റ്റ് പേജിൽ ആദ്യം കാണുന്ന ഒരു ന്യൂസ്, പഞ്ചാബിൻ്റെ 17ാമത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് ഭഗവത് മാൻ അധികാരത്തിലേറി എന്നുള്ള ന്യൂസാണ്. ഇന്നത്തെ പ്രമുഖ നാഷണൽ ഡെയിലീസിലെല്ലാം ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ന്യൂസും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യേണ്ട ചില പോയിന്റ്സ് കൂടി ഞാൻ പറയുന്നു. ഒന്ന് ഇത് തന്നെയാണ്, പഞ്ചാബിൻ്റെ 17ാമത്തെ ചീഫ് മിനിസ്റ്ററാണ് ഭഗവത് മാൻ, അത് നോട്ട് ചെയ്യാം. അതോടൊപ്പം പഞ്ചാബിൻ്റെ ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനായിട്ട് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായ ശ്രീ അരവിന്ദ് കെജ്രിവാളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക, ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മനീഷ് സിസോദിയ എന്നാണ്. അപ്പോൾ ഡൽഹിയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആരാണ്? മനീഷ് സിസോദിയ. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിത് നോട്ട് ചെയ്യേണ്ടത്. ആം ആദ്മി പാർട്ടി നിലവിൽ ഇപ്പോൾ 2 സ്റ്റേറ്റുകളിലാണ് അധികാരത്തിലുള്ളത്. ഒന്ന് ഡൽഹി, 2 പഞ്ചാബ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു അഭിമാന ക്ഷേമ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന പദ്ധതി. ഈ പദ്ധതി നിലവിൽ വരുന്നത് 2005-ലാണ്. അന്ന് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പേര് മോഡിഫൈ ചെയ്ത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്നാക്കി. അപ്പോൾ ഇത് 2005 ഓഗസ്റ്റ് 23-ന് പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ട് പ്രകാരം നിലവിൽ വന്ന സ്കീമാണ്. ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളിൽ ഒന്നാണ്. എല്ലാ വർഷവും ഇതിനു വേണ്ടിയിട്ട് വലിയൊരു തുക ബഡ്ജറ്റിൽ വകയിരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ വർഷത്തെ ബഡ്ജറ്റിൽ എത്ര കോടി രൂപയായിരുന്നു NREGSന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തത്? അത് 73,000 കോടി രൂപയാണ്. ഞാനിവിടെ സർക്കിൾ ചെയ്യുന്നുണ്ട്, 73,000 കോടി രൂപ. ഈ 73,000 കോടി രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് എന്ന തരത്തിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട ശേഷം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ എസ്റ്റിമേറ്റ് തന്നെ, ഈ ഒരു സ്കീമിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ 98,000 കോടി രൂപ, അതായത് 1 ലക്ഷം കോടിക്ക് വെറും 2,000 കോടി താഴെ 98,000 കോടി രൂപയായിരുന്നു ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കിയിരുന്നത്. എന്നിട്ടും ഈ വർഷം 73,000 കോടി രൂപയുള്ളൂ. അതും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 78,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തെടുത്താണ് ഇപ്പോൾ അത് വീണ്ടും കുറച്ച് 73,000 കോടി രൂപ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും സഫിഷ്യൻ്റ് അല്ല എന്ന് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ ലോക്സഭയിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്നാൽ, നമ്മുടെ ഈ അഭിമാന പദ്ധതി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടക്കുന്നില്ല, കൃത്യമായിട്ട് ഇതിൻ്റെ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് സീരിയസ് സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സ്കീം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ വാർത്തയിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ, ജോബ് കാർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് ഈ എത്ര പേര് ജോലി ചെയ്തു, അവരെന്ത് ജോലിയാണ് ചെയ്തത്, എത്ര മണിക്കൂർ അവർ ജോലി ചെയ്തു, ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ജോബ് കാർഡ്സ് എന്ന് പറയുന്നത്. ജോബ് കാർഡ് ആക്ച്വലി ഇഷ്യൂ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലെ നോഡൽ ഇഷ്യൂറാണ്. ഈ ജോബ് കാർഡിലായിരിക്കും ഈ എംപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് എംപ്ലോയ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ജോബ് കാർഡിലായിരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ മസ്റ്റ് റോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ, അറ്റൻഡൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പേയ്മെൻറ്റിന് ഒരുപാട് ഡിലേ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. കൂടാതെ ഈ റിപ്പോർട്ടിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ടിനകത്ത് തന്നെ അവർ പറയുന്നത് വെച്ചാൽ മനസാക്ഷിയില്ലാത്ത വഞ്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഈ ജോലി ചെയ്തിട്ടും പലർക്കും കൂലി കിട്ടുന്നില്ല. മാത്രമല്ല അവരുടെ പേരിൽ ബാക്കിയുള്ളവരിത് കൈക്കലാക്കി ഫണ്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അങ്ങനെ മനസാക്ഷിയില്ലാത്ത വഞ്ചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വർഷം ഈ 460 കോടി രൂപയോളം മെറ്റീരിയൽ വേജസ് പേ ചെയ്യാൻ ബാക്കിയുണ്ട്. അതായത്
പെൻഡിങ് പേയ്മെൻ്റ് ആയിട്ട് ഇനി നമ്മുടെ അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് 4060 കോടി രൂപ കൊടുത്തു തീർക്കാനായിട്ട് ബാക്കിയുണ്ട്. അതുപോലെ മെറ്റീരിയൽ പർച്ചേസിന് വേണ്ടിയിട്ടുള്ളതിൽ 9,000 കോടി രൂപയോളം ബാക്കിയുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ റിപ്പോർട്ടിൽ പറയുന്ന ഈ ഒരു സ്കീമിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് 23 ഓഗസ്റ്റ് 2005 അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ഫാമിലിയിലെ ഒരാൾക്കെങ്കിലും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമതെന്ന് പറയുന്നത്, ഈ ജോബ് കൊടുക്കുന്നതിൻ്റെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജോബ് കൊടുക്കാം, പക്ഷേ അതിൽ 1/3 ഭാഗം സ്ത്രീകൾക്കായിരിക്കണം എന്ന് ഈ ഒരു ആക്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്ന, അതായത് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ജോലി ലഭിക്കേണ്ടത് അയാളുടെ വസതിയിൽ നിന്നും 5 കിലോമീറ്ററിനുള്ളിലായിരിക്കണം ജോലി കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത് ഈ കനാൽ കൺസ്ട്രക്ഷൻ, അതുപോലെ ഈ പറയുന്ന റോഡ് ഡെവലപ്മെൻറ്റ്, റോഡെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോഡുകൾ, അതുപോലെ ക്ലീൻ ചെയ്യുക തുടങ്ങിയ വർക്കുകളൊക്കെയാണ് ഈ തൊഴിലുറപ്പ് വഴി കൊടുക്കുന്നത്. അപ്പോൾ അത് 5 കിലോമീറ്റർ, അതായത് എവിടെയാണോ അയാൾ വസിക്കുന്നത് അയാളുടെ വീട്ടിൻ്റെ 5 കിലോമീറ്റർ റേഡിയസിനുള്ളിലായിരിക്കണം ആ ഒരു എംപ്ലോയ്മെൻറ്റ് സൈറ്റ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും 15 ദിവസമായിട്ടും ഈ ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഒരു എംപ്ലോയ്മെൻറ്റ് അലവൻസ് കൊടുക്കണമെന്നും ഈ ആക്ട് പറയുന്നുണ്ട്. ഇത് മോണിറ്റർ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പം ഒരു ജോലി വേണമെങ്കിൽ നമ്മൾ നേരെ ഗ്രാമപഞ്ചായത്തിൽ പോവുക, അവിടെ ഈ NREGയുടെ നോഡൽ ഓഫീസർ ഉണ്ടാവും, പുള്ളിക്ക് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോബ് കാർഡ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ആ ജോബ് കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മസ്റ്റ് റോൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അത് നമ്മൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഈ പേയ്മെൻറ്റ് പിന്നീട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്, അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ജോബ് ഒരിക്കലും കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോൺട്രാക്ടേഴ്സിൻ്റെ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് കംപ്ലീറ്റ്ലി ബാൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ന്യൂസിനകത്ത് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇവർ ഈ മസ്റ്റ് റോളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പോലും വളരെ ഡിലേ ആയിട്ടാണ്. അതായത് ഡെയിലി ഈ മസ്റ്റ് റോൾ ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഒരു വ്യവസ്ഥ. പക്ഷേ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റഫ് ഷീറ്റിൽ ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ശേഷം ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ചെയ്ത ജോലിക്കുള്ള വേതനം കിട്ടാനും ഒരുപാട് ലേറ്റ് ആകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്, ഹ്യൂലറ്റ് ഫൗണ്ടേഷനെ FCRA അവരുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ള ന്യൂസാണ്. ഹ്യൂലറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അവർ ക്ലൈമറ്റ് അവയർനെസ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലും അവർ ഫണ്ട് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ നവംബർ മുതൽ അവർക്കിത് ഫണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരെ FCRA വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കാരണം അവർക്കിപ്പോൾ ബാൻഡാണ്. അപ്പോൾ ഈ എന്താണ് FCRA എന്ന് പറയുന്നത്? FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഈ ആക്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഈ ആക്ട് 2010 പാസ്സാവുന്നത്. അത് നോട്ട് ചെയ്യുക. 2010 ഈ ആക്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ ഈ 2020 ഈ ഒരു ആക്ടിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 23, 2020 രാജ്യസഭ ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത്. ഇതിപ്പോൾ ഒരു നിയമമായിട്ട് മാറിയത്. അപ്പോൾ അത് പ്രകാരം ഈ പറയുന്ന ക്ലൈമറ്റ് അവയർനെസ് ക്യാമ്പയിനിലേക്കുള്ള കോൺട്രിബ്യൂഷനൊക്കെ ഇതിൻ്റെ FCRA പരിധിയിൽപ്പെടാത്തതായതുകൊണ്ടാണ് ഇപ്പോൾ ഹ്യൂലറ്റ് ഫൗണ്ടേഷനെ ആ ഒരു വാച്ച് ലിസ്റ്റിൽ പെടുത്തിയത്. ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെ ധരിക്കരുത്, ഹ്യൂലറ്റ് ഫൗണ്ടേഷൻ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഫണ്ട് ചെയ്തുകൊണ്ടാണ് അവർ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് തെരി ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടൊക്കെ അവർ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തെരി എന്ന് പറയുന്നത് ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിവേ അവരിപ്പോൾ FCRAയുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. 2022 അവസാനത്തോടു കൂടി ഇന്ത്യയിലെ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് 10 മടങ്ങായിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മിനിസ്റ്റർ നിതിൻ ഗഡ്കരി. അപ്പോൾ നിതിൻ ഗഡ്കരി ആരാണ്? അദ്ദേഹം റോഡ് ട്രാൻസ്പോർട്ട്സ് ആൻഡ് ഹൈവേസ് മിനിസ്റ്റർ ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ. സോ അപ്പോൾ അത് നോട്ട് ചെയ്യാം.
യുക്രൈനെതിരെയുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും അവസാനിപ്പിക്കണമെന്ന് റഷ്യയോട് പറഞ്ഞിരിക്കുകയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ലോക കോടതി എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇത് 1920 സ്ഥാപിക്കപ്പെടുന്നത്. 1920 അന്നത്തെ ലീഗ് ഓഫ് നേഷൻസ് ആണ് ഇത് സ്ഥാപിച്ചത്. സ്ഥാപിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ പേര് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നല്ലായിരുന്നു, പെർമനന്റ് കോർട്ട് ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്നായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് എന്തായി മാറി? യുണൈറ്റഡ് നേഷൻസ് ആയിട്ട് മാറി. ഒപ്പം അന്നത്തെ പെർമനന്റ് കോർട്ട് ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആയിട്ട് മാറുകയും ചെയ്തു. ഇത് സ്ഥിതി ചെയ്യുന്നത് നെതർലാൻഡ്സിലെ ഹേഗിലാണ്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും 6 ഓർഗനൈസേഷൻ ചേരുന്നതാണ്. അതായത് 6 ഓർഗൻസ് ചേരുന്നതാണ് മൊത്തത്തിൽ കളക്റ്റീവായിട്ട് നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. ആ 6 ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. UN ജനറൽ അസംബ്ലി, UN സെക്യൂരിറ്റി കൗൺസിൽ, UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, UN ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, UN സെക്രട്ടേറിയറ്റ് ആൻഡ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രാധാന്യം. 6 പ്രധാനപ്പെട്ട ഓർഗനുകളിൽ ഒന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസും ന്യൂയോർക്കിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നോട്ട് ചെയ്യേണ്ടത്. ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററായ വാങ് യി ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പോസൽ ന്യൂഡൽഹിയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് S ജയശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണുള്ളത്. ഇത് വാങ് യിയുടെ പിക്ചറാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ആസിയാൻ മീറ്റിൽ 2019 ആസിയാൻ മീറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ളൊരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിസിറ്റിൻ്റെ പർപ്പസ് എന്താണ്? വിസിറ്റ് കൺഫേംഡ് ആയിട്ടില്ല. ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വിസിറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ മാർച്ച് 26 വാങ് യി കാഠ്മണ്ഡു വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിലോട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ പ്ലാനിൽ ഇന്ത്യ കൂടി ഉൾപ്പെടുത്താനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ സമയത്ത് നമുക്കൊരു വളരെ ഈ ഒരു വിസിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ഒരു ന്യൂസിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് നമ്മുടെ ഈ യുക്രൈൻ റഷ്യ വാറുണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സ്റ്റാൻഡ് ഏറെക്കുറെ ഒരുപോലെയാണ്. എസ്പെഷ്യലി UN സെക്യൂരിറ്റി കൗൺസിലും UN സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ രണ്ടിലും ഈ ഒരു വോട്ടിംഗ് നടക്കുന്ന സമയത്ത് റഷ്യക്കെതിരെ പ്രമേയം പാസ്സാക്കപ്പെട്ടപ്പോൾ ഇന്ത്യയും ചൈനയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ റഷ്യയുടെ ആ ഒരു ഇഷ്യൂവിൽ, റഷ്യൻ യുക്രൈൻ ഇഷ്യൂവിൽ ഒരേ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വിസിറ്റിന് അത്ര നല്ലൊരു പ്രാധാന്യം ഈ സമയത്തുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇന്ത്യയും ചൈനയായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഒന്ന് എന്താ പറയുക പിക്കപ്പ് ചെയ്ത് വന്നതിന് ശേഷം നടത്തുന്ന ഒരു ആദ്യത്തെ വിസിറ്റ് കൂടി ആയിരിക്കും ഈ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിസിറ്റ് ആയിരിക്കും ഈ ഒരു വിസിറ്റ് നടക്കുകയാണെങ്കിൽ, ഇന്ത്യ അതിൻ്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇന്നലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം അപ്പായിരുന്നു. അപ്പോൾ അതൊരു അപ്പ് ട്രെൻഡ് ഉണ്ടാവാൻ കാരണം FPI ഒരു ബൈ മോഡിലേക്ക് വന്നതാണ് എന്നതാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കത്ര പ്രാധാന്യമുള്ളൊരു ന്യൂസ് അല്ല കേട്ടോ, അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും എക്സാമിന് റിലവൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കറണ്ട് അഫയേഴ്സ് സെഗ്മെൻറ്റിലൊന്നും ഇതിന് മാർക്കറ്റ് എത്ര പോയിൻ്റ് അപ്പായെന്നൊന്നും ചോദിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ പക്ഷേ എന്തിനാണ് ഞാൻ ഈ ഒരു ന്യൂസ് സെലക്ട് ചെയ്തത്? അത് ഈ ഒരു ടേം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. എന്താണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അഥവാ FPI എന്ന് പറയുന്നത്? ഈ FPI എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഷെയർ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഡയറക്റ്റ് ഷെയർ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്ക് ഈ പറയുന്ന ഇന്ത്യൻ കമ്പനികളുടെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് പുള്ളിയുടെ രാജ്യത്ത്, ഏത് രാജ്യത്താണോ അദ്ദേഹം ഉള്ളത് അയാളുടെ രാജ്യത്തെ ഏതെങ്കിലും എൻറ്റിറ്റി ഇന്ത്യയിലെ സെബിക്ക് കീഴിൽ FPI ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് സെബിക്ക് കീഴിൽ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട്
പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ അദ്ദേഹം സമീപിക്കണം. അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോർട്ട്ഫോളിയോ വഴി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ല. പകരം എന്ത് ചെയ്യാം, ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം അല്ലെങ്കിൽ വ്യക്തികളാവാം, അപ്പോൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ. അപ്പോൾ അതാണ് ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം പോയിന്റ് ചെയ്യേണ്ടത്, ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് അവരുടെ ഫണ്ടല്ല, അവർ കളക്ട് ചെയ്യുന്ന ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് എവിടെ ഇഷ്യൂ ചെയ്യുന്നില്ല, കമ്പനികളിലേക്കുള്ള ഒരു ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല FPI നടത്തുന്നത്. പകരം ഷെയർ മാർക്കറ്റ് വഴിയുള്ള പർച്ചേസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. FDI എന്താണെന്ന് ഞാൻ പറഞ്ഞു, അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കമ്പനികളിലേക്ക് നടത്തുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ബൈ വേ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് വരാം, അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാവാം. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഒരു ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗ്യാരണ്ടി പോലുള്ള നോൺ ഫണ്ട് ട്രാൻസ്ഫർ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റലിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫണ്ട് ബാലൻസിലേക്കോ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോൾ ഒരു 2060 കോടി രൂപയുടെ ലോൺ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് IL&FS തമിഴ്നാട് പവർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ട്സിലാണ് ഈ ഒരു ഫ്രോഡ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് പറയുന്ന ബാങ്ക് അല്ല പഞ്ചാബ് നാഷണൽ ബാങ്ക്. കാരണം ആൾറെഡി ഇവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നേരത്തെ തന്നെ ഇതൊരു ഫ്രോഡ് അക്കൗണ്ടായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇപ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 2060.14 കോടി രൂപയാണ് ബാങ്ക് ഇവർക്ക് ലോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണിത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ CEO ആരാണ് എന്ന് നോട്ട് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ CEO എന്ന് പറയുന്നത് അതുൽ കുമാർ ഗോയലാണ്. അതുൽ കുമാർ ഗോയൽ, നോട്ട് ചെയ്യുക, അതുൽ കുമാർ ഗോയൽ. ഫെബ്രുവരി 22 അദ്ദേഹം CEO ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ CEO, ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്യുക, അതുൽ കുമാർ ഗോയൽ. ICC വുമൺസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡാണ് ഇതിൻ്റെ വേദി, അത് നോട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ മിതാലി രാജാണ്, അതും നോട്ട് ചെയ്യുക. ഏപ്രിൽ 3 ഫൈനൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ വഴിയെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ന്യൂസസ് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം.